ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒക്ടോബർ 10 കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ, ലോക മാനസിക ആരോഗ്യ ദിനം, നാഷണൽ പോസ്റ്റ് ഡേ, ദേശീയ പോസ്റ്റൽ ദിനം ഒക്ടോബർ 10. ലോക മാനസിക ആരോഗ്യ ദിനം, ദേശീയ പോസ്റ്റൽ ദിനം ഒക്ടോബർ 10. നൊബേൽ പ്രൈസ് 2025 ലിറ്ററേച്ചർ വിഭാഗത്തിൽ യൂറോപ്യൻ സാഹിത്യത്തിലെ അതികായനായ ഹംഗേറിയൻ എഴുത്തുകാരൻ ക്രാസ്ന ഹോർക്കയ്ക്ക് സാഹിത്യ നൊബേൽ ലഭിച്ചു. യൂറോപ്യൻ സാഹിത്യത്തിലെ ഹംഗേറിയൻ എഴുത്തുകാരൻ ക്രാസ്ന ഹോർക്കയ്ക്കാണ് സാഹിത്യ നൊബേൽ ലഭിച്ചത്. അസ്ഥിരമായ ലോക സാഹചര്യങ്ങൾക്കിടയിൽ കരുത്തുറ്റതും തത്വചിന്തയിൽ അധിഷ്ഠിതവുമായ രചനകളിലൂടെ അക്ഷരങ്ങളുടെ ശക്തി തെളിയിച്ച ഹംഗേറിയൻ എഴുത്തുകാരനാണ് ലാസ്ലോ ക്രാസ്ന ഹോർക്കി. ഈ വർഷത്തെ സാഹിത്യ നോബൽ ലഭിച്ച അദ്ദേഹം അസ്ഥിരമായ ലോക സാഹചര്യങ്ങൾക്കിടയിൽ കരുത്തുറ്റതും തത്വചിന്തയിൽ അധിഷ്ഠിതവുമായ രചനകളിലൂടെ അക്ഷരങ്ങളുടെ ശക്തി തെളിയിച്ച വ്യക്തിയാണ്. ആധുനിക യൂറോപ്യൻ സാഹിത്യത്തിലെ അതികായരിലൊരാളാണ് ക്രാസ്ന ഹോർക്കി. 5 നോവലുകൾ എഴുതിയിട്ടുണ്ട്. തിരക്കഥാകൃത്ത് കൂടിയാണ്. പൂർണ്ണ വിരാമമിടാതെ നീണ്ടു പോകുന്ന സങ്കീർണ ഘടനയുള്ള വാചകങ്ങൾ ഖണ്ഡികകളോ ചിലപ്പോൾ പേജുകളോ ആയി എഴുതുന്നതാണ് ആഖ്യാന രീതി. ആശയങ്ങൾ അനർഗളമായി ഒഴുകട്ടെ എന്ന മട്ടിലുള്ള കഥ പറച്ചിലാണ്. ഹംഗറിയിൽ നിന്ന് സാഹിത്യ നൊബേൽ ലഭിക്കുന്ന രണ്ടാമത്തെ ആളാണ്. ഹംഗറിയിൽ നിന്ന് സാഹിത്യ നൊബേൽ ലഭിക്കുന്ന രണ്ടാമത്തെ ആളാണ്. 2002 ഇത്രേക്കർ ടെസിനാണ് സാഹിത്യ നൊബേൽ കിട്ടിയ ആദ്യ ഹംഗറിക്കാരൻ. 2002 ഇത്രേക്കർ ടെസിനാണ് സാഹിത്യ നൊബേൽ കിട്ടിയ ആദ്യ ഹംഗറിക്കാരൻ. 2015 ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾക്ക് നൽകി വരുന്ന മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടുന്ന ആദ്യ ഹംഗറിക്കാരനായി. 1985 പ്രസിദ്ധീകരിച്ച സാത്താൻ ടാങ്കോയിലൂടെയാണ് ലോക ശ്രദ്ധ നേടുന്നത്. അപ്പോൾ 1985 പ്രസിദ്ധീകരിച്ച സാത്താൻ ടാങ്കോയിലൂടെയാണ് ലോക ശ്രദ്ധ നേടുന്നത്. ഉത്തരാധുനിക ശൈലിയിൽ ലോക അവസാനത്തെ കുറിച്ച് പറഞ്ഞ ഈ നോവൽ 2013 അമേരിക്കൻ സാഹിത്യ പുരസ്കാരമായ ബെസ്റ്റ് ട്രാൻസ്ലേറ്റഡ് ബുക്ക് അവാർഡ് ഇൻ ഫിക്ഷൻ ബഹുമതിക്ക് അർഹമായി. ദ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ് 1989, വാർ ആൻഡ് വാർ 1999, സിബോദയർ ബിലോ 2008, ദി ബിൽ, ദി ലാസ്റ്റ് വോൾഫ് ആൻഡ് ഹെർമൻ എന്നീ ശ്രദ്ധേയമായ കൃതികൾ ഇദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ ദ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, സിബോദയർ ബിലോ, ദി ബിൽ, ദി ലാസ്റ്റ് വോൾഫ് ആൻഡ് ഹെർമൻ. ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ. ഒളിമ്പിക്സ് മാതൃകയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറാണ് സഞ്ജു സാംസൺ. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ MM ബഷീർ ആണ്. കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ബാലാമണിയമ്മ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ MM ബഷീർ. UK-യിലെ 9 യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ ഇന്ത്യയിലേക്ക്. ഇന്ത്യയിൽ വരുന്ന സർവകലാശാലകൾ സതാംപ്ടൺ, ഗുരുഗ്രാമിലാണ് വരുന്നത്. ലിവർപൂൾ, ബംഗളൂരു. സതാംപ്ടൺ, ഗുരുഗ്രാം, ലിവർപൂൾ, ബംഗളൂരു. യോർക്ക്, മുംബൈ. അബർഡീൻ, മുംബൈ. ബ്രിസ്റ്റോൾ, മുംബൈ. ലങ്കാസ്റ്റർ, ബംഗളൂരു. ക്യൂൻസ്, ഗിഫ്റ്റ് സിറ്റി. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റിയിലാണ് ക്യൂൻസ് വരുന്നത്. കവൻട്രി, ഗിഫ്റ്റ് സിറ്റി. സറേ, ഗിഫ്റ്റ് സിറ്റി. ജർമ്മനിയിലെ ഹംബോൾട്ട് സർവകലാശാലയിലെ ഇൻഹെ ഹൈറിറ്റ് ഫെല്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ മാളവിക ബിന്നി. ജർമ്മനിയിലെ ഹംബോൾട്ട് സർവകലാശാലയിലെ ഇൻഹെ ഹൈറിറ്റ് ഫെല്ലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ മാളവിക ബിന്നി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ശാക്തീകരിക്കുന്നതിനായി HLL ലൈഫ് കെയർ ലിമിറ്റഡ് ആരംഭിച്ച പദ്ധതിയാണ് ഏകത്വ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ശാക്തീകരിക്കുന്നതിനായി HLL ലൈഫ് കെയർ ലിമിറ്റഡ് ആരംഭിച്ച പദ്ധതി ഏകത്വ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മിനിരത്ന പൊതുമേഖലാ സ്ഥാപനമായ HLL കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ
ഭാഗമായാണ് പുതിയ പദ്ധതി ആരംഭിച്ചത്. 2025 ഒക്ടോബറിൽ അന്തരിച്ച ആരോഗ്യ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മുൻ ഡയറക്ടറുമായ വ്യക്തിയാണ് ഡോക്ടർ മോഹൻദാസ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച ആരോഗ്യ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മുൻ ഡയറക്ടറുമായ വ്യക്തി ഡോക്ടർ മോഹൻദാസ്. 2025 ഒക്ടോബറിൽ ഫോബ്സ് പുറത്തിറക്കിയ സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയത് മുകേഷ് അംബാനി. 2025 ഒക്ടോബറിൽ ഫോബ്സ് പുറത്തിറക്കിയ സമ്പന്ന പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയത് മുകേഷ് അംബാനി. കേരളത്തിൽ ഒന്നാം സ്ഥാനം MA യൂസഫ് അലി. കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് MA യൂസഫ് അലി. 2025 ഒക്ടോബറിൽ ഏത് സംസ്ഥാനത്തെ സർക്കാർ ബസ്സുകളിലാണ് അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്രകൾ സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചത്? കേരളം. 2025 ഒക്ടോബറിൽ ഏത് സംസ്ഥാനത്തെ സർക്കാർ ബസ്സുകളിലാണ് അർബുദ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്രകൾ സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിച്ചത്? കേരളം. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.